ഹായ് ഓൾ, ഇന്ന് നമുക്ക് കുറച്ച് പ്രിൻറ്റഡ് കോട്ടൺ കളക്ഷൻസ് കാണാം കേട്ടോ. നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാബ്രിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയിലും വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. ആൻഡ് 58 ഇഞ്ചസ് വിട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 1.25 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ താഴെയൊക്കെ മതിയാവും കോട്ടൺ ഫാബ്രിക്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളുമാണ്. ആൻഡ് ഞാനിന്ന് വേർതിരിക്കുന്ന പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സെയിം പാറ്റേൺ സെയിം കളക്ഷൻ ഇല്ല കേട്ടോ, ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ്. ഞാൻ വേർതിരിക്കുന്ന നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് വേറെ കളക്ഷൻസ് നല്ല അടിപൊളി പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണാം. ഇത് കണ്ടോ, നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സിലും പ്രിൻറ്റിലുമാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ കളറിൽ മൾട്ടി കളർ പ്രിൻറ്റ് വരുന്നത്. ഇത് കണ്ടോ, എല്ലാം നല്ല എലഗൻ്റ് ആൻഡ് റെയർ ആയിട്ടുള്ള പ്രിൻറ്റുകളും നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇവിടെ ഇത് രണ്ടും വന്നേക്കുന്ന നല്ല പ്രീമിയം കോട്ടൺ ആണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന നമ്മൾ ലാസ്റ്റ് ടൈം ഒക്കെ ചെയ്തിട്ടുള്ള കോട്ടൺ ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് നമുക്ക് പ്രീമിയം കോട്ടണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഓൺലൈനിൽ ഇരിക്കുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക. അത്യാവശ്യം നമ്മൾ വീഡിയോ ഇടുന്ന ആ ഒരു സമയത്ത് അത്യാവശ്യം അവൈലബിൾ ആവാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആവണമെന്നില്ല. നമ്മൾ 24/7 ഓൺലൈനിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ത്രൂ ഉള്ള ഓർഡേഴ്സ് നിങ്ങൾ അതൊന്ന് എക്സ്പെക്ട് ചെയ്യുക, ചെറിയ ഡിലേ. കാരണം ചില ആളുകൾ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായി. ഒരാൾ മാത്രമല്ല കേട്ടോ പറയുന്നത്, കാരണം കുറേ ഇൻസിഡൻസ് ഉണ്ടായി. നിങ്ങൾക്ക് തരാൻ ഇൻട്രസ്റ്റ് ഇല്ലേന്ന് ചോദിച്ചു, അതായത് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ലേ, ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരും ഫേവറേറ്റ് കസ്റ്റമർ ഇന്ന കസ്റ്റമറിന് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന കസ്റ്റമറിന് കൊടുക്കില്ല, അങ്ങനെയൊന്നുമില്ല. ആദ്യം ആര് ബുക്ക് ചെയ്യുന്നോ മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ എല്ലാവർക്കും മെറ്റീരിയൽ തരും. എനിക്കിങ്ങനെ ഇന്ന കസ്റ്റമേഴ്സ് എനിക്ക് ഫേവറേറ്റ് കസ്റ്റമർ എന്നൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ചോദിക്കുന്ന ആൾ ഇതിപ്പോൾ ഒരു 25 പേഴ്സൺസിന് തരാനുണ്ടായിരിക്കും. അപ്പോൾ ആ 25 ആളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഉണ്ടാവില്ല. 26th വരുന്ന ആൾ ആരാണെങ്കിലും, എൻ്റെ ഫേവറേറ്റ് ആളാണെങ്കിലും പുതുതായിട്ട് വരുന്ന ആളാണെങ്കിലും ഒന്നും നമുക്ക് മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. ആൻഡ് മെസ്സേജിന് റിപ്ലൈ തരാനും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ചെറിയ ഡിലേ ഉണ്ടാവും. വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത്. വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്തോളാം പറഞ്ഞാൽ മതി. അപ്പോൾ വാട്സപ്പ് ആകുമ്പോൾ നമ്മുടെയും കൂടി കോപ്പറേഷൻ വേണം, നിങ്ങളുടെയും കോപ്പറേഷൻ വേണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അഡ്രസ്സ് ഫുൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ് ആൻഡ് കോൺടാക്ട് നമ്പർ മസ്റ്റായിട്ടും അയക്കണം. കാരണം കഴിഞ്ഞ ദിവസത്തെ 3 ഓർഡർ നമുക്കിവിടെ പെൻഡിങ് ഇരിക്കുകയാണ്. നമ്മൾ പിൻകോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഇനിയിപ്പം മൺഡേ ആണ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം ഡിലേ ആയിട്ടാണ് നിങ്ങൾക്കത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ഡിലേ പോസ്റ്റ് ഓഫീസിന് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടെത്തിക്കാനായിട്ട് മുഴുവൻ ചാക്കിലാക്കി നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെറിയ ഡിലേ ഉണ്ടാവും. അത് എക്സ്പെക്ട് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് റിസീവ് ആവാനും ചെറിയ ഡിലേ ഉണ്ടാവും. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാകും. പിന്നെ ഒത്തിരി പാഴ്സൽസ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി പോകുന്നുണ്ട്. എല്ലാ പോസ്റ്റ് വഴിയും ഇങ്ങനെ ഒരുപാട് പാഴ്സൽസ് പോകുന്നതുകൊണ്ട് തന്നെ ചെറിയ ഡിലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ മെറ്റീരിയൽ അയക്കാനാണ് നോക്കുകയുള്ളൂ. ഇന്നുള്ള ഓർഡേഴ്സ് മാക്സിമം ഇന്ന് തന്നെ നമ്മൾ അയച്ചു വിടുന്നുണ്ട്. ചെറിയ ഡിലേ വരുന്നതൊക്കെ നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്യുക, അതൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ആറുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഓഫ് വൈറ്റ് ബേസിലേക്ക് നല്ലൊരു ബേബി പിങ്കും ഒരു മസ്റ്റാർഡ് ബ്രൗണും ഒരു ചിക്കു ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. നല്ല രസമുള്ള പ്രിൻറ്റും ക്വാളിറ്റി മെറ്റീരിയലും കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇത് കാംബ്രിക് കോട്ടൺ അല്ല, ഇത് വിത്ത് കൂടിയ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് കേട്ടോ. 250 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 54 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. സോ നമുക്കൊരു 1.75 മീറ്റേഴ്സൊക്കെ മതിയാവും ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആൻഡ് ബോട്ടം കൂടി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നല്ല രസമായിരിക്കും കേട്ടോ. അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിൻ്റാണ്. ഇത് കണ്ടോ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭംഗി തോന്നത്തേ ഇല്ല കേട്ടോ. ഞാൻ വേർതിരിക്കുന്ന ഫാബ്രിക്കും നമുക്ക് കുറേ നാൾ ഷോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ഇങ്ങനത്തെ പ്രിൻറ്റിനോട്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര എൻക്വയറി അന്ന് ഷോപ്പിൽ ഫസ്റ്റ് ഡേ മീൻസ് ഇതിട്ട് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചു. അപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെ കുറേ പോയി. പിന്നെ ഓൺലൈനിൽ ഇടാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ നമുക്കിത് ചെയ്ത് കിട്ടിയിട്ടുമില്ല കേട്ടോ. പക്ഷേ നല്ല രസമായിരിക്കും. ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റും അടിപൊളി ഫാബ്രിക്കുമാണ്. 250 പെർ മീറ്റർ ആണ് വന്നേക്കുന്നത്. നമുക്കിത് വിത്ത് വൈസ് തന്നെ സ്റ്റിച്ച് ചെയ്യാം. 1.75 മീറ്റേഴ്സ്. ആൻഡ് ടോപ്പും ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ 3.5 മീറ്റേഴ്സ് മതി കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് പ്രിൻ്റ് ഇതാണ് കേട്ടോ. നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ്റെ ഒക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പാരറ്റ് ഗ്രീനും മിക്സ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് വിത്ത് വൈസ് ആണ്. ബാന്തിനി ഡിസൈനാണ്.
ബോഡി പാർട്ടിൻ്റെ ആ ഒരു മുകളിലത്തെ പോർഷനിലേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ആ ഒരു താഴോട്ടുള്ള ഒരു ദാമൻ ലൈനിലേക്ക് പല പല പ്രിൻറ്റുകൾ വന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു സ്ട്രെയിറ്റ് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. 250 per meter, 54 inches ആണ് വിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എലഗൻറ്റ് പ്രിൻ്റാണ് കേട്ടോ. നല്ല നല്ല ഷെയ്ഡ്സും പ്രിൻറ്റും ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത, കാരണം ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, കാരണം സ്റ്റിച്ച് ചെയ്തിട്ട് കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവും, നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തീർന്നും പോകും ഫാബ്രിക്. ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു ലാവൻഡർ, അടിപൊളി പ്രിൻറ്റും ആണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ ഒരു ഭംഗി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, നല്ല രസമുണ്ട് ആൻഡ് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കുമാണ്. 250 per meter ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് പ്രിൻറ്റ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ സ്കൈ ബ്ലൂ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും. നല്ല രസമുള്ള നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഷെയ്ഡിൽ നല്ല പ്രിൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് ഇടയ്ക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തരാറുണ്ട്, സ്റ്റിച്ച് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ടൈപ്പ് ഫാബ്രിക്സ് കൊണ്ടുവരൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. ഞാൻ നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു കേട്ടോ കുറേ പേര്, ആളുകളൊക്കെ. നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്രിൻറ്റ് ഇതാണ് കേട്ടോ. 210 ആണ് അതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത്. 54 inches തന്നെയാണ് വിഡ്ത്ത്. നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ക്വാളിറ്റിയിലുള്ള ചെറിയ ഡിഫറൻസ് തന്നെയാണ് കേട്ടോ റേറ്റിൻ്റെ ഡിഫറൻസ് വരുന്നത്. നല്ല പ്രിൻ്റ് ആയതുകൊണ്ട് ഒരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത്. ഇങ്ങനെ വരും. ടോപ്പും ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ബോട്ടായിട്ട് പെയർ ചെയ്തിട്ട് ടോപ്പ് മാത്രമായിട്ട് എടുത്താലും നല്ല രസമായിരിക്കും. നെക്സ്റ്റ് പ്രിൻറ്റ് ഇത് വരുന്നു. അടുത്ത 210 per meter വരുന്ന 54 inches വിട്ടിലേക്ക് വരുന്ന പ്രിൻ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസ്റ്റാർഡ് യെല്ലോയും ബ്രൗണും മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. നല്ല പ്രിൻ്റാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ്റുകളും നല്ല ഫാബ്രിക്കുമാണ്. വിട്ട് കൂടുതലാണ് കേട്ടോ, അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. ഇങ്ങനെ വരും. 210 per meter, 54 inches വിട്ട്. അടുത്ത അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇതും 210 per meter ആണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. എല്ലാം സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് തന്നെ. ഇങ്ങനെ വരും. ഒന്നാമത്തെ കാര്യം സ്റ്റിച്ച് ചെയ്ത് കിട്ടില്ല, നമ്മുടെ തന്നെ യൂണിറ്റ് ഇല്ല സ്റ്റിച്ചിങ്ങിന്. നമുക്ക് സ്റ്റിച്ചിങ് ഇല്ല, പുറത്ത് കൊടുത്താണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഇങ്ങനെ വരും. 210 per meter, 44 inches വിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 210 per meterലേക്ക് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കാന്ത കോട്ടൺ കളക്ഷൻസ് കാണാം. കാന്ത കോട്ടൺസ് ഉണ്ടോയെന്ന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് എൻക്വയറി ഉണ്ട്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാന്ത കോട്ടൺസും കൂടി കാണാം. സോ കാന്ത കോട്ടണിലേക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് പ്രിൻ്റ് ഇതാണ് കേട്ടോ. ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ടോണും മെഹന്തി ഗ്രീനും ആണ് എൻ്റെ കോമ്പിനേഷൻ. ബ്രൗണിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നരച്ച ബ്ലാക്ക് അല്ല, ഒരു ബ്രൗൺ ആണ് ആക്ച്വലി. അതൊരു ഡാർക്ക് ഒരു കോഫി, ഒരു നിയർ ടു ഒരു ബ്ലാക്ക് വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 139 per meter, 44 inches ആണ് വിട്ട്. ആ സെയിം പ്രിൻറ്റിന് തന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്ന ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെ വരും. ഇതൊക്കെ 139 ഉള്ളൂ per meter. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു റെയിനി സീസണിലേക്ക് ഇനിയിപ്പോൾ നല്ലതാണ്. ഫുള്ള് മഴയല്ലേ എല്ലായിടത്തും. ഇങ്ങനെ വരുന്നു. റഫ് യൂസിന് പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ഷെയ്ഡുമാണ് കേട്ടോ. ഇങ്ങനെ വരും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കളറാണ്. ഒരു മെറൂൺ, ഒരു ഡാർക്ക്, ഒരു ഡീപ്പ് മെറൂൺ ടോണിലേക്ക് വരുന്നു. നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ബേസ് കളർ വന്നിട്ട് അതിലേക്ക് കുറച്ച് വലിയ പ്രിൻറ്റ് വരുന്നു. ഇത് കണ്ടോ, നല്ല രസമുള്ള പ്രിൻറ്റുകളാണ്. 139 per meter, 44 inches വിട്ട്. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഇങ്ങനെ വരുന്നു. ചെറിയ പ്രിൻറ്റ് വേണ്ടവർക്ക് ചെറിയ പ്രിൻറ്റ് എടുക്കാം. ഇങ്ങനെ വരുന്നു. നല്ല രസമായിരിക്കും കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ വരും. അടുത്തത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലേക്ക് നല്ലൊരു ലീഫ് പ്രിൻറ്റ് വന്നിരിക്കുന്നു. ഇതാണ് അടുത്തത്. 139 per meter, 44 inches വിട്ട്. സോ ഇത്രയാണ് നമുക്ക് കാന്ത കോട്ടണിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റുകൾ. ഇനി വന്നിരിക്കുന്ന ഒരു ഇത് കണ്ട ബാത്തിക് പ്രിൻറ്റ് വരുന്ന ഒരു ലിനൻ കോട്ടൺ മെറ്റീരിയലാണ്. അതിലേക്ക് ലൂറക്സ് ലൈൻസും വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല എലഗൻറ്റ് കളക്ഷനാണ്. നമുക്ക് ഈ ഒരു കളറിലുള്ളൊരു ബോട്ടം അല്ലെങ്കിൽ റസ്റ്റ് കളറിലൊക്കെ ഉള്ളൊരു ബോട്ടം കൊടുത്ത് വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കോട്ട് സെറ്റ് തയ്ച്ചാലും ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും കാണുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റും അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നാൽ 275 per meter, 44 inches വിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്